ഇസ്ലാമിൽ മദ്യവും ചൂതാട്ടവും പലിശയുമൊക്കെ നിരോധിച്ചിട്ടുണ്ട്, ഹറാമാണ് എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ കഴിയും, ഹദീസുകളിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ കഴിയും. എന്നാൽ അടിമത്തത്തിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ ഹറാമാക്കിക്കൊണ്ട് നിരോധിച്ചുകൊണ്ട് ഇറങ്ങിയ ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഹദീസുകളോ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്? 2025 ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധാർമ്മിക സദാചാര ബോധമായിരുന്നില്ല 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ധാർമ്മിക സദാചാര ബോധം, മാനവിക മൂല്യം, മനുഷ്യത്വപരമായ ചിന്താഗതികൾ എന്നൊക്കെ പറയുന്നത് അടിമകളായി തന്നെ കാണുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഒരിക്കലും 2025 ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ അടിമയല്ലെന്നും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും തുല്യരാണ്, തുല്യ അവകാശമാണ് അവന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളത് എന്ന തരത്തിൽ ചിന്തിക്കുന്ന, മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന, മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇസ്ലാമും അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഏതൊക്കെ നിലക്ക് ഇസ്ലാം അതിനെ പടിപടിയായി നിരോധിച്ചു എന്ന് നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും തന്നെ ഇസ്ലാം പ്രവാചകൻ പൂർത്തീകരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അടിമ സമ്പ്രദായത്തെ നിരോധിച്ചിട്ടില്ല, അതിനെ ഹറാമാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അതുകൊണ്ടാണ് ഈ പൗരോഹിത്യ ഇസ്ലാമിൽ മനുഷ്യത്വ വിരുദ്ധമായതും പ്രാകൃതമായതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും അത് തിരുത്തണമെന്നും ഒരു അപ്ഡേഷൻ വേണമെന്നുമൊക്കെ എൻ്റെ എല്ലാ വീഡിയോകളിലും നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് വീണ്ടും വീണ്ടും ഉണർത്താനുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിവോടുകൂടെ അന്ധമായി ഏതെങ്കിലും ഒരു കാര്യത്തെ പിന്തുടരുന്നതിന് പകരം മാനവികമായും മനുഷ്യത്വപരമായിട്ടുമൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിലെ നമുക്കുള്ള വിജ്ഞാനം ഉപയോഗിച്ച്, തിരിച്ചറിവ് ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അത്തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണമെന്നാണ്. ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ ഒരു കേവലമായ ഇസ്ലാമിക വിമർശനമായിട്ട് കാണുകയല്ല വേണ്ടത്. പറയുന്ന കാര്യങ്ങൾ പ്രമാണബദ്ധവും വൈജ്ഞാനികവും തിരിച്ചറിവും മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണെങ്കിൽ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമാണ് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ശ്രമിക്കേണ്ടത്.